പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചിനോർത്ത് കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിൻ്റെ അടുത്ത ഒരു ക്ലാസ് കൂടെ നിങ്ങൾക്ക് തരുവാൻ വേണ്ടി ദൈവം അനുവദിച്ചു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ സർപ്പ ആരാധനയും കോഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ക്ലാസ് കേട്ടിരുന്നു. കുറച്ച് ആളുകളൊക്കെ അത് കേട്ടിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ പൊതുവെ വളരെ കുറച്ച് ആൾക്കാർ കേൾക്കാറുള്ളൂ. കാരണം നമുക്ക് അതിനകത്ത് ആഭാസമായിട്ടൊന്നും പറയാനില്ല. ലോകമെല്ലാവരും ഈ സർപ്പാരാധനയുടെയും സർപ്പ സംഭാഷണത്തിൻ്റെയും അതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞു. നമുക്ക് ക്രിസ്തുവിൻ്റെ വചനം മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ആളിൻ്റെ എണ്ണം കുറവാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, കുറേ ആളുകളൊക്കെ കേൾക്കുകയും കമൻറ്റുകളിടുകയും ചെയ്തോർത്ത് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറയാൻ എടുക്കുന്നൊരു ക്ലാസ് ഞാൻ കുറച്ച് സർപ്പാദിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം. അതിനു മുമ്പ് ഇന്ന് വാട്സപ്പിലേക്ക് ഒരു സഹോദരൻ ഇട്ട് തന്നൊരു ക്ലാസ്സിൻ്റെ ബാക്കി എൻ്റെ മനസ്സിൽ തോന്നിയത് നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്രകാരം അദ്ദേഹം സംസാരിക്കുകയാണ്. അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുകയാണ് ഇവിടെ. അതായത് ഇനി ലോകത്തിൽ അല്ല യുദ്ധം, വലിയ യുദ്ധം നടക്കാനിരിക്കുന്നത്, അത് ബഹിരാകാശത്താണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് വളരെ ശരിയാണ്. ഞാനത് ഒരിക്കൽ ലോകാവസാന യന്ത്രത്തിലൂടെ എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്സിലൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ലോകം അവസാനിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സൂര്യനൊക്കെ കത്തിപ്പോവുക, അല്ലെങ്കിൽ ചന്ദ്രൻ അവിടെ നിന്ന് കത്തിപ്പോകുന്നത് എങ്ങനെയാണ്, ഭൂമിയിൽ എങ്ങനെ വലിയ അഗ്നി വരുന്നത്, അങ്ങനെ ഭൂമിയും സൂര്യനും ചന്ദ്രനുമൊക്കെ കത്തി നശിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ലോകാവസാന യന്ത്രത്തിലൂടെ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഇന്ന് കേട്ട ആ സത്യത്തെ അദ്ദേഹം തന്നെ ആ ക്ലാസ്സിനെ ഓർത്ത് നോക്കുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒരു ക്ലാസ് കൂടി ഇടണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകാവസാനം എന്ന പരമസത്യം, അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ട് ചിലർ പറഞ്ഞു 2020 കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കേൾക്കുണ്ടായി. 2027 ലോകാവസാനം പിന്നെ വാങ്കി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു. പിന്നെ എവിടുന്നൊക്കെ ആര് പറഞ്ഞു, നോത്രദാം പറഞ്ഞിട്ടുണ്ട് 2027 ലോകാവസാനിക്കുമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവർ, 2027 ലോകാവസാനമല്ല ഉണ്ടാവുക. 2027 ആഗോള മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. അത് ലോകാവസാനത്തിലേക്ക് എത്തിച്ചേരും. അത് 7 വർഷത്തെ യുദ്ധം അവിടെ ആരംഭിക്കുന്നു. 2033 യുഗം അവസാനിക്കുന്നു. അതിനുശേഷം 45 ദിവസം. ഇങ്ങനെയാണ് എൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലോകം അവസാനിക്കുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹം ഇട്ടെന്ന ക്ലാസ്സിൽ വീഡിയോയിൽ അത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വചന ക്ലാസ്സിൽ അദ്ദേഹം പറയുന്ന ക്ലാസ് ഇങ്ങനെയാണ്. അത് ഇപ്രകാരമാണ്. ബഹിരാകാശത്ത് ഇനിയുള്ള കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ വരുമെന്നും അത് അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആണവായുധങ്ങൾ പൊട്ടി അത് ചന്ദ്രനിൽ എല്ലാ രാഷ്ട്രത്തിലെ തലവന്മാരും ചന്ദ്രനിൽ കൊണ്ട് ധാരാളം ആയുധങ്ങൾ വെക്കുമെന്നും അവിടെ നിന്ന് അത് താഴേക്ക് എങ്ങോട്ട് വിടാൻ എളുപ്പമുണ്ടെന്നും അത് ഭൂമിയുടെ ഉപരിതലത്തിലും ഭൂമിയുടെ അന്തരീക്ഷമെല്ലാം പൊട്ടി അത് വലിയ ദുരന്തം ഉണ്ടാകുന്നില്ല, ലോകം അവസാനിക്കുകയാണ്, പിന്നെ പ്രപഞ്ചം ഇല്ല, ആ രീതിയിൽ വരികയാണ്. അപ്പോൾ ഇത് ശരിയാണോ? ഇതിനെപ്പറ്റി ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതൊരു യാഥാർത്ഥ്യമാണ്, പരമസത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത് ഞാൻ എൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കണ്ടുപിടുത്തമായ ഇസ്രായേലിൻ്റെ അയൺ ബീം എന്ന് പറയുന്ന ഒരു സാധനം, അയൺ ഡോമിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ അയൺ ബീം എന്ന് പറയുന്ന സാധനത്തെ സംബന്ധിച്ചിടത്തോളം അത് ലേസർ രശ്മി ഉപയോഗിച്ചുള്ള മിസൈലുകളെ ആക്രമിക്കുന്നതാണെന്നും അങ്ങനെ അത് ലേസർ രശ്മി ഒരു വസ്തുവിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് തട്ടുമ്പോൾ അത് തീ പിടിച്ച് അത് പൊട്ടിത്തെറിക്കുമെന്നൊക്കെ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ അത് ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കൂടി നമ്മൾ അറിയുമ്പോഴാണ് ഇതിൻ്റെ സത്യം നമുക്ക് ശരിക്കും ബോധ്യമാണ്. അത് ഒന്നാമത്തെ പ്രസ്താവന, അല്ലെങ്കിൽ ഒന്നാമത്തെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് എസ്എകേൽ പ്രവാചകന്റെ പുസ്തകം 39 അധ്യായമാണ്. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അതായത് ഗോഗ് യുദ്ധത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഗോഗ് യുദ്ധത്തിനെ കൊണ്ട് വരുമ്പോൾ ഗോഗിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ധാരാളം മിസൈലുകൾ ഇങ്ങോട്ട് വിടുമെന്നും ആ മിസൈലുകളൊക്കെ ഭൂമിയിലിരുന്ന് പൊട്ടിത്തെറിക്കുന്നു, അതങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നും ഭൂമി അഗ്നിഗോളമാകുന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോഴും അത് ചിന്തിക്കുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും ഈ അയൺ ബീം എന്ന ലേസർ രശ്മി ഉപയോഗിച്ചുള്ള ആ യന്ത്രം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ സംഭവം നടക്കുകയില്ല. അതായത് സൂര്യനും ചന്ദ്രനും ഭൂമിയും കത്തിച്ചാമ്പലാകുകയില്ല. അത് കത്തിച്ചാമ്പലാകണമെങ്കിൽ അതിനൊരു യന്ത്രം കണ്ടുപിടിക്കണം. അതാണ് അയൺ ബീം. ഈ ലേസർ രശ്മിയെ ഉൽപ്പാദിപ്പിക്കുന്ന വിമാനങ്ങൾ ബഹിരാകാശത്തേക്ക് കുതിച്ചു പോവുകയും അത് ബഹിരാകാശത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന
ഒരു ഉപഗ്രഹം പോലെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും പുറപ്പെടുന്ന റേഡിയേഷനേറ്റ് എതിരെ വരുന്ന ആണവ ആയുധങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കത്തിക്കുകയും ചെയ്യുമ്പോൾ ആ കത്തി ഉണ്ടാകുന്ന ആ തീ ഭൂമിയിലേക്ക് വരികയും അതുകൂടാതെ ഭൂമിയിലേക്ക് നിബന്ധിക്കുന്ന ആണവായുധങ്ങളെ ഭൂമിയിൽ തന്നെ വെച്ച് കത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വലിയ ഉഗ്രസ്ഫോടനം, വിസ്ഫോടനം, ആണവ വിസ്ഫോടനം ഉണ്ടാകുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് നമുക്കെല്ലാം അറിയാം. എന്നാൽ അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വചനത്തെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതിങ്ങനെയാണ് ഗോഗിൻ്റെ യുദ്ധത്തിൻ്റെ സമയത്ത് അതിങ്ങനെയാണ് പറയുന്നത്: മനുഷ്യപുത്ര, ഗോഗിനെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മെഷേക്കിൻ്റെയും തൂബാൻ്റെയും അധിപനായ ഗോഗെ, ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്നെ തിരിച്ച് വടക്കേ അറ്റത്തുനിന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ കൊണ്ടുവരും. നിന്റെ ഇടത്തു കൈയിൽ നിന്ന് വില്ല് തെറിപ്പിച്ചു കളയും, വലത്ത് കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. പ്രിയപ്പെട്ട സഹോദരരെ, അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഇപ്പോൾ പൊതുവെ ദൈവവചനം പറയുന്ന എല്ലാവരും, ഒരു അച്ഛന്മാരോ ഒരു വചന പോഷനോ, കേരളത്തിലുള്ള നല്ലൊരു വചന പോഷനായ മനുഷ്യരെല്ലാം പറയാം ദൈവവചനം ആത്മീയമാണ്, അതിനകത്ത് ശാസ്ത്രീയമൊന്നുമില്ല, അതിനകത്ത് ഭൗതികമായിട്ടൊന്നുമില്ല. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ദൈവവചനത്തിലും അതിൻ്റെ ശാസ്ത്രീയ തലം, അതിൻ്റെ ആത്മീയ തലം, അതിൻ്റെ അറിവിൻ്റെ തലം, അതിൻ്റെ ഭൗമിക തലം, അതിൻ്റെ കാൽക്കുലേഷനുകൾ, കണക്കൂട്ടൽ എല്ലാം അതിനകത്തുണ്ട്. അല്ലാതെ ഒരു സാങ്കല്പിക ഒരു ആരോ എന്തോ പറഞ്ഞു വെച്ചിരിക്കുന്ന നല്ല ദൈവവചനം പരമ യാഥാർത്ഥ്യം, പരമസത്യമാണ്. അതിങ്ങനെ പറയാണ്: നിന്റെ ഇടത്ത് കൈയിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് കളയും. അതിൻ്റെ അർത്ഥം എന്താണ്? വില്ലെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത്, അന്നത്തെ കാലത്ത് ഈ ഇന്നത്തെ പോലെ തോക്കുകളോ വെടിയുണ്ടകളോ അല്ലെങ്കിൽ റോക്കറ്റുകളോ ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് അമ്പ് വില്ല് ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മളിങ്ങനെ അമ്പ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് വേറൊരു അമ്പ് വന്ന് ഇതിട്ട് കൊള്ളുക. അപ്പോൾ ഇത് കൈ നദിയും തെറിച്ചു പോകും. അതാണ് അന്നത്തെ സംഭവം. അതിനെ ഇന്നത്തെ ഭാഷയിൽ കാണുമ്പോൾ അയൺ ബീം എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് ബഹിരാകാശത്തു നിന്ന് വരുന്ന ആണവ മിസൈലുകളെ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചറുകളെ ബഹിരാകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ ടോർച്ച് അടിക്കുന്നത് പോലെ ഭൂമിയിലേക്ക് ലേസർരശ്മി ഉപയോഗിക്കുമ്പോൾ ഈ ഭൂമിയിലെ ലോഞ്ചറിലിരിക്കുന്ന ആണവ ആയുധങ്ങൾ തെറിച്ചു പോകും. നിന്റെ ഇടത്ത് കയ്യിൽ നിന്ന് വില്ലുകൾ തെറിച്ചു പോകും. അതായത് മിസൈൽ ലോഞ്ചറുകൾ തെറിച്ചു പോകും. മിസൈൽ ലോഞ്ചറുകളിൽ നിന്ന് ആണവ സ്ഫോടനം ഉണ്ടാവും. വലത്ത് കയ്യിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. അതായത് മിസൈൽ ലോഞ്ചറുകളിൽ നിന്ന് എന്താണ് സംഭവിക്കുക? മിസൈലുകൾ ഇങ്ങനെ തെറിച്ചു പോവുക, ദൂരേക്ക് ഇങ്ങനെ പറന്നു പോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ഇറാനിൽ നിന്ന് വരുന്നു, ഇസ്രായേലിൽ അങ്ങോട്ട് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് തന്നെ സംഭവം. അതിൻ്റെ ആണവ ആയുധങ്ങൾ പോകുമ്പോൾ നിന്റെ വലത്ത് കയ്യിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. അമ്പുകൾ എന്ന് പറയുന്നത് മിസൈലുകൾ. അപ്പം മിസൈൽ ലോഞ്ചറുകളിൽ നിന്ന് ഇത് തെറിച്ച് ദൂരേക്ക് പോകും, അല്ലെങ്കിൽ അവിടെ വീണ് പൊട്ടും. വലത്ത് കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴും. എന്നാൽ ആണവ ബോംബുകൾ ഭൂമിയിൽ വീണ് പൊട്ടുമെന്നും അത് ബഹിരാകാശത്ത് പൊട്ടുമെന്നും ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്ന് വീഴുമെന്നും അത് ബഹിരാകാശത്ത് ലേസർ രശ്മി ഉപയോഗിച്ച് അതിനെ കത്തിച്ചു കളയുന്നു, അവിടെ വെച്ചും വലിയ സ്ഫോടനം ഉണ്ടാകുമെന്നും കർത്താവ് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? എസ്എകേൽ പ്രവാചകന്റെ പുസ്തകം 39 അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ സർവശക്തനായ പിതാവായ ദൈവം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വചനമാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനി അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലും കൂടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് മറ്റൊരു ഭാഷയിൽ മറ്റൊരു പ്രവാചകനിൽ കൂടെ ദൈവം വീണ്ടും സംസാരിക്കും. അത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ: അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തും എന്ന് പറഞ്ഞ ശേഷം പറയാണ്, ജനതകളുടെ കുതിരകളെ ഞാൻ അന്ധമാക്കുന്ന അന്ന് യൂദാഭവനത്തെ കടാക്ഷിക്കും. ജനതകളുടെ കുതിരകൾ, ഈ കുതിരകൾ എന്ന് പറയുന്നത് കുതിരശക്തിയുള്ള മിസൈലുകളാണ്. ജനതകളുടെ ലോകരാഷ്ട്രങ്ങളിലെ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിലെ വിവിധ രാഷ്ട്രങ്ങളിലെ ആണവ മിസൈലുകളെ കർത്താവ് അന്ധമാക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആണവ മിസൈലിൻ്റെ അറ്റത്ത് ഒരു സംവിധാനമുണ്ട്, ഒരു ഇതുണ്ട്, എയർ റോബോട്ട് സംവിധാനം. അതാണ് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുവന്നത്. അത് കണ്ണുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ആ കണ്ണുകളെ കർത്താവ് അന്ധമാക്കും എന്ന് പറഞ്ഞാൽ ആണവ മിസൈലിൽ വരുമ്പോൾ അതിലേക്ക് അയൺ ബീം ഉപയോഗിച്ച് ലേസർ രശ്മി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കണ്ണുപോലുള്ള സാധനം കത്തിപ്പോവുകയും അത് അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതും യാഥാർത്ഥ്യമാണ്. ഈ യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു, ലോകാവസാനം അടുത്തെത്തി കഴിഞ്ഞു. ഇനി മറ്റൊന്ന്, മത്തായിയുടെ സുവിശേഷം. ഇതെല്ലാം ഞാൻ ഓരോ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ സ്വന്തം ഭാവനയെന്ന് പറയുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം വിശ്വഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ആർക്കും വെളിപ്പെട്ട് കിട്ടാത്തതുകൊണ്ടോ അത് പിടുത്തം കിട്ടാത്തതുകൊണ്ടോ അവർ പറയുന്നില്ല. അപ്പോൾ അറിവുള്ള ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയുന്നത് കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിങ്ങൾ ശ്രദ്ധിച്ച് കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവൻ, സർവശക്തനായ യേശുനാഥൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ മറ്റൊരു ഭാഷയിൽ കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞിട്ടുണ്ട്.
പ്രവാചകന്മാർ കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആര് വന്നിട്ടുണ്ട്? യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. ഈശോ പറഞ്ഞ ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 29 തുടങ്ങിയാണ് മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അങ്ങനെയാണ്, അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശം നിബുധിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. ആകാശശക്തികൾ ഇളകണമെങ്കിൽ എന്തു സംഭവിക്കണം? ഈ ആണവ സ്ഫോടനങ്ങൾ ബഹിരാകാശത്ത് സംഭവിക്കണം, ചന്ദ്രനിൽ സംഭവിക്കണം, സൂര്യൻ്റെ റൗണ്ട് നടക്കുന്ന ഭ്രമണപഥത്തിൽ സംഭവിക്കണം, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സംഭവിക്കണം. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഭ്രമണപഥങ്ങളിൽ ഉണ്ടാകുന്ന ആണവ വിസ്ഫോടനം ഈ ഗ്രഹങ്ങൾക്ക് ഉലച്ചു തട്ടുമെന്നും അത് ഇളകുകയും മറിയുകയും ചെയ്യുമെന്ന് വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ആകാശശക്തി ഇളകുകയും ചെയ്യും, നക്ഷത്രങ്ങൾ ആകാശം നിബോധിക്കും. ഇതിൻ്റെ വൈബ്രേഷൻ ഏറ്റ നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നേരെ ഭൂമിയിലേക്ക് വരും. ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. ആകാശശക്തികൾ എന്ന് പറയുന്നത് ഭ്രമണപഥത്തിലെ ഗ്രഹങ്ങളുടെ ശക്തിയാണ്. അതിങ്ങനെ ഒരു ലിമിറ്റഡിൽ ഒരു നിയന്ത്രിത രൂപത്തിൽ ഒരു പ്രത്യേക ശക്തിയാൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അതിങ്ങനെ അതിൻ്റെതായ സൗരയൂഥം ഇങ്ങനെ അതാത് തലങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊരു ശക്തിയാണ്, ഇത് ആകാശശക്തിയാണ്. ഈ ആകാശശക്തിക്ക് വിള്ളൽ പറ്റിയാൽ, ആകാശശക്തിയിൽ ഇളകിയാൽ എന്തു സംഭവിക്കും? അത് പിന്നീട് സൂര്യനും ചന്ദ്രനും ഇല്ലാതെയാവുന്നതിനും പ്രപഞ്ചം എന്ന സത്യം ഇല്ലാതെയാവുന്നതിനും അത് കാരണമാകുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുനാഥൻ വന്നിട്ടുണ്ട്. ഇനി അതിനെ തന്നെ വീണ്ടും വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ വരുമ്പോൾ അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? വെളിപാട് ഗ്രന്ഥത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? പൊതുവെ ചില സംശയം ചോദിക്കുന്നവരൊക്കെ എന്നോട് പറയാനുണ്ട്, നിങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് മാത്രം പറയരുത്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നിന്നും വെളിപാട് ഗ്രന്ഥത്തിലും കൂടെ ഉണ്ടെങ്കിലേ പറയാവുള്ളൂ എന്നൊക്കെ അത് ചിലർ എന്നോട് വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഓർമ്മയിലേക്കായിട്ട് ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, 1-2 വചനം മാത്രമല്ല, പഴയ നിയമം, സുവിശേഷം, ലേഖനം, മറ്റൊന്ന് വെളിപാട് ഗ്രന്ഥം. അങ്ങനെ വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നും പറയാൻ മാത്രം നമ്മൾ അതിൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ സത്യങ്ങൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. അതിൽ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് പ്രിയപ്പെട്ടവരെ, ലേഖനത്തിൽ നിന്നും കർത്താവ് അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. 2 പത്രോസ് അതിൻ്റെ 3:10 മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കത്തി നശിക്കും, ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിവസത്തെ പ്രതീക്ഷിക്കുകയും ദുരിതപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അവിടെ മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാവെന്ന് പറയുന്നത് അതാണ് ആണവ വിസ്ഫോടനം. മൂലപദാർത്ഥങ്ങൾ വരുന്നത് എന്താണ്? അതിൻ്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോൺ ഇലക്ട്രോണും എന്നടിക്കുമ്പോൾ അത് ഊർജ്ജം പുറത്തേക്ക് വിടുന്നു, അതാണ് ആണവ വിസ്ഫോടനം. അത് പഴയ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രവാചകൻ, നമ്മുടെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാർക്ക് പറഞ്ഞു കൊടുത്ത് അവർ എഴുതി വെച്ച പത്രോസ്ലിഹ എഴുതി വെച്ച വചനമാണ് നമ്മൾ വായിക്കുന്ന ആകാശം തീയിൽ വെന്തു നശിക്കുമെന്നും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. കാരണം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുവാനുള്ള അടിസ്ഥാന കാരണം ഇന്ന് ആണവായുധങ്ങൾ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതായത് 500 വർഷം മുമ്പാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഇതൊരു സാങ്കല്പിക തത്വശാസ്ത്രം പറയുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞു ജനം. നമുക്കറിയാം, ഗീവർസ് പുണ്യാളച്ചൻ്റെ തിരുനാളിനെ പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതൊരു സാങ്കല്പിക ദൈവത്തെ സാങ്കല്പിക തലത്തിൽ എന്തോ ഒരു ചട്ടക്കൂട് അടിച്ചു കൂട്ടി ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന പരിപാടി പോലെയല്ല ഇത് യാഥാർത്ഥ്യമാണ്. ആണവ ബോംബുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് നാം സുവിശേഷം ശ്രവിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അന്തസത്തയെ മനസ്സിലാക്കുന്ന ഓർത്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വചനം ശ്രവിക്കാൻ. അപ്പോൾ 2 പത്രോസിൻ്റെ 3-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇത് വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ലേഖനോട് നോക്കുക, ഒരു വചനോട് നോക്കുകയാണ്. അത് വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനമാണ്. അവിടെ വളരെ വ്യക്തമായിട്ട്, അതായത് പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ് ലേഖനത്തിൽ കൂടെ ഇനി ത്രിത്വം സംസാരിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവശക്തനായ ത്രിത്വം തന്നെ നേരിട്ട് സംസാരിച്ച പുസ്തകമാണ് വെളിപാട് ഗ്രന്ഥം. ആ വെളിപാട് ഗ്രന്ഥത്തിലെ കർത്താവ് വന്നിരിക്കുന്ന വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം 12-ാം ദിനത്തിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്: 4ാമത്തെ ദൂതൻ കാഹളം മുഴക്കി, അപ്പോൾ സൂര്യൻ്റെ 1/3, ചന്ദ്രൻ്റെ 1/3, നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു. അവിടെ തകർന്നുപോയി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, തകർക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ചെന്ന് ഇടിച്ചപ്പോൾ, അത് പൊട്ടിയപ്പോൾ അവിടെ ചില സംഭവങ്ങൾ നടന്നതിൻ്റെ പുറത്ത് അത്രയും ഭാഗം തകർക്കപ്പെട്ടു, ഇല്ലാതെയായി, ശൂന്യമാക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അത് സൂര്യൻ്റെ 1/3, ചന്ദ്രൻ്റെ 1/3, ഭൂമിയുടെ 1/3 അത് തകർക്കപ്പെട്ടു. എങ്ങനെയാണ് തകർക്കുക?
സൂര്യനെ മൂന്നിലൊന്നിനെ തകർക്കാൻ മനുഷ്യന് സാധിക്കുമോ? എത്രയോ ആയിരക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെ, ചന്ദ്രന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെ. അവിടെയുള്ള ഇത് തകർക്കപ്പെടാൻ ആരെ കൊണ്ട് സാധിക്കും? അവിടെ പോയിട്ട് കോടാലിക്ക് വെട്ടിയോ അല്ലെങ്കിൽ ബോംബ് ഇട്ടോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് ആണവ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്ന സാധനം, ആണവ സ്ഫോടനങ്ങളിൽ കൂടെ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ എന്നും അത് യാഥാർത്ഥ്യമാണോ? ഇന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ശാസ്ത്ര സമൂഹം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് പറയാൻ പറയപ്പെട്ടെ എന്നാണ് ഇത് സംഭവിക്കുക? അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞത്. ഏതാ ഇത്തരം ക്ലാസ്സും പറയുമ്പോൾ നിങ്ങൾ അതും കൂടെ അറിഞ്ഞിരിക്കണം. അത് 2027 ആദ്യത്തെ ആണവ സ്ഫോടനവും ആണവ യുദ്ധം തുടങ്ങും ഭൂമിയിൽ. പിന്നെ അത് സ്റ്റെപ്പ് 2030 ജൂൺ മാസം മുതൽ എതിർ ക്രിസ്തു ലോകത്തിൽ അധികാരത്തിൽ വരുമ്പം അത് ആണവ സ്ഫോടനത്തോട് ചെറിയ ചെറിയ ആണവ യുദ്ധങ്ങൾ ഭൂമിയിലുണ്ടാവും. അത് അവിടുന്ന് മുന്നോട്ട് പോയി 3.5 വർഷത്തെ യുദ്ധം 2033 വരുമ്പോൾ ആണവ യുദ്ധം ലോകത്ത് അവിടെ ഇവിടെയൊക്കെ ധാരാളമായിട്ടുണ്ടാവും. എന്നാൽ അത് നിയന്ത്രിത രൂപത്തിലാവും. അപ്പോൾ അങ്ങനെ ലോകത്തിലെ കരയുദ്ധങ്ങൾ മെല്ലെ മെല്ലെ അവസാനിക്കുകയും കരയുദ്ധത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുമ്പോൾ ഇനി എതിർ രാഷ്ട്രങ്ങളെ നശിപ്പിക്കാൻ എന്താണ് മാർഗം, വഴിയെന്ന് ആലോചിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നതാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ ബഹിരാകാശത്തോട് വിട്ട് നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ എയർ ഓർബിറ്റ് നിയന്ത്രിതമായ ആണവ സ്ഫോടനങ്ങൾ നടക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈ നാലാമത്തെ കാഹളം നോക്കുമ്പോൾ അപ്പോൾ സൂര്യൻ്റെ 3-1, ചന്ദ്രൻ്റെ 3-1, നക്ഷത്രങ്ങളുടെ 3-1 തകർക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അത് ലേസർ നിർമ്മിതമായ ഉപകരണങ്ങൾ വെച്ച് ബഹിരാകാശത്തോടെ പറന്നു വരുന്ന സ്ഥാനത്തെ അവിടെ വെച്ച് കത്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന സംഭവങ്ങൾ ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ കണ്ടുപിടിക്കുകയാണ് ലേസർ രശ്മി ഉപയോഗിച്ചുള്ള ആണവ സ്ഫോടനങ്ങൾ. അതൊരു തോക്കിൻ്റെ പവർ തന്നെയാണ്. വെടിയുണ്ട പോകുന്നത് തന്നെ ഈ ലേസർ രശ്മി വളരെ ദൂരത്തിലേക്ക് പോവുകയും അത് ചെന്ന് പതിക്കുന്ന വസ്തുക്കൾ കത്തുമെന്നും അത് ആണവ സ്ഫോടനത്തിന് കാരണമാവുന്നെല്ലാം വിശദീകരണം എഴുതി വെച്ചു. അങ്ങനെ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ശാസ്ത്രീയ തെളിവിൻ്റെ വചനരൂപത്തിൻ്റെ ശാസ്ത്രീയ തെളിവുകളുമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് ക്ലാസ് കിട്ടണമെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പരമസത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന തൊട്ടടുത്ത് ഉടൻ എന്ന് പറയുമ്പോൾ 8 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഇന്ത്യക്കാണ് ഒരു 15, 25, 30, 50 വർഷം കൂടെ മുന്നോട്ട് പോയിട്ട് ഒരു അരയുഗം കൂടെ മുന്നോട്ട് പോയി 100 വർഷം കൂടെ കഴിഞ്ഞിട്ട് അങ്ങനെയല്ല, വിരളിലെണ്ണി 7-8 വർഷം കൂടെ കഴിയുമ്പോൾ ഈ ലോകം എന്നേക്കുമായിട്ട് അവസാനിക്കുന്നു പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ആർക്കും വിശ്വാസമില്ല. പലരും എന്നോട് വിളിച്ചു ചോദിക്കുകയാണ്, പക്ഷേ ഇത് ശരിയാണോ? നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? എന്താണ് നിങ്ങൾക്ക് തെളിവുള്ളത്? എന്താണ് നിങ്ങൾക്ക് ഇതിന് ആധികാരികമായിട്ട് പറയാനുള്ളത്? പ്രിയപ്പെട്ടവർ, ഇതിൽ കൂടുതൽ ഇനി ബൈബിളിൽ തെളിവ് തരാൻ ഇല്ല. ലോകാവസാനം എന്ന പരമസത്യം യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു തരാൻ ഇതിനപ്പുറത്തേക്ക് ഒരു വചനവും ബൈബിളിൽ എഴുതപ്പെട്ടിട്ടില്ല. എൻ്റെ ഏറ്റവും അവസാനം എഴുതപ്പെട്ടിരിക്കുന്ന വചനമാണ് ഇത്. ഈ വെളിപാട് 8:12 എങ്ങനെയാണ് തകർക്കപ്പെടുന്നത്? അത് ആദ്യം ഇത്രയും ഭാഗം 8:12 പറയുന്നത് 3-1 ആദ്യം തകർക്കപ്പെടുന്നതെങ്കിൽ പിന്നീട് അത് അതിൻ്റെ അന്തിമ യുദ്ധത്തിലേക്ക് വരുമ്പോൾ 2034 ഗോഗ്-മാഗോഗ് യുദ്ധത്തിൻ്റെ അവസാനം പൂർണ്ണത്തിലേക്ക് വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒറ്റ ദിവസം പകൽ 12 മണിക്ക് അഗ്നിക്കിരയാകുമെന്നും ഈ കാണുന്ന പ്രപഞ്ചം എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകുമെന്നും പിന്നീടുള്ള 2 സ്ഥലമായിട്ട് ഉരുത്തിരിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ഈ വിഷയത്തെ ആധാരമാക്കി ഒന്നുകൂടെ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അതാണ് ഒന്ന് പാതാളവും ഒന്ന് നിത്യജീവൻ്റെ സ്ഥലമായ സ്വർഗീയ ജീവിതം, സ്വർഗരാജ്യം, സ്വർഗീയ ജീവിതം, സ്വർഗം എന്ന പരമസത്യം. അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാലേ മനസ്സിലാകുള്ളൂ. അപ്പോൾ ആണവ സ്ഫോടനത്തിൻ്റെ ഫലമായി ഇത് സംഭവിക്കുമ്പോൾ പാതാളം രൂപപ്പെടുമെന്നുള്ള പരമസത്യമാണ്. കാരണം അതിൻ്റെ ആണവ സ്ഫോടനത്തിൻ്റെ അഗ്നി എത്ര കോടി ഡിഗ്രി സെൽഷ്യസ്? 1 കോടി ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. അത് യാഥാർത്ഥ്യമാണെന്ന് ശാസ്ത്രം സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അഗ്നി വിറക് കത്തിയാൽ ചാരമുണ്ടാകണമല്ലോ. ആ ചാരം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ്. അത് ഈ സംഭവം നടക്കുമ്പോൾ ഒന്ന് കത്തുന്ന വിറക്, മറ്റൊന്ന് അഗ്നി, മൂന്നാമത് ചാരം. അപ്പോൾ സൂര്യൻ ചന്ദ്രൻ ഭൂമി അപ്രത്യക്ഷമാകുന്നു, പാതാളം സൃഷ്ടിക്കപ്പെടുന്നു, സ്വർഗം അവിടെ രൂപാന്തരപ്പെടുന്നു. അവിടേക്കാണ്, ആ സമയത്താണ് അന്ത്യവിധി എന്ന സത്യം വരുന്നത്. അവിടെയാണ് 6000 വർഷം മുമ്പ് ആദം മുതൽ മരിച്ചുപോയ സകല മനുഷ്യരെയും, ഈ ലോകത്ത് ജന്മം കൊണ്ട് മരിച്ചുപോയ ഗർഭസ്ഥ ശിശുക്കൾ മുതൽ കൊല ചെയ്യപ്പെട്ട അനേകായിരം ഗർഭസ്ഥ ശിശുക്കളുടെ മുതൽ ഈ ഭൂമിയിൽ ജന്മം കൊണ്ട സകല കുഞ്ഞുങ്ങളെയും സകല വ്യക്തികളെയും സർവശക്തനായ ദൈവം ഉയർപ്പിക്കുക എന്ന പരമസത്യം അവിടെയാണ് വരുന്നത്. ഉയർപ്പിക്കുമെന്നും അങ്ങനെ അവരെ നിത്യത്തിലേക്ക് ചേർക്കുമെന്നും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചവരെ നിത്യപാതാളത്തിലേക്ക് തള്ളിയിടുമെന്നും പരമസത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് ഒരു മെസ്സേജ് തന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് ആരോ എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നതാണ്, എവിടെയോ ആരോ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ശരിയായ വിഷയങ്ങൾ ബുദ്ധൻ്റെ അറിവിലൂടെ പറയണം. ഇതിൻ്റെ യാഥാർത്ഥ്യം ശരിയാണോ തെറ്റാണോ എന്ന് അദ്ദേഹം ഇത് സൂചിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്.
അപ്പം ബുധൻ്റെ രീതിയിൽ എന്നോട് സംസാരിക്കണം പറഞ്ഞുകൊണ്ട് അവർ വാട്സപ്പിൽ കൂടെ സംസാരിച്ചപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതതിൻ്റെ അവർ അതിൻ്റെ ആത്മീയ തലം മാത്രമേ പറയുന്നുള്ളൂ, ഇങ്ങനെ സംഭവിക്കും ഈശോ വരേണ്ട 2000 ഇതും. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ വശവും അതിൻ്റെ ആത്മീയ തലവും അതിൻ്റെ വചനങ്ങൾ ഏതാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇത് യാഥാർത്ഥ്യമാണ്, ഇത് അടുത്തെത്തി നാം ഒരുങ്ങിയേ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇത്ര വ്യക്തമായി സുവ്യക്തമായിട്ട് പ്രിയ സഹോദരരെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അതിനാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന പരമസത്യം പരമയാഥാർത്ഥ്യമാണ്. അത് തൊട്ട് മുമ്പിൽ എത്തപ്പെട്ടു. ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. 2027 മുതൽ അതിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ ആരംഭിക്കുമെന്നും അത് കൂടിക്കൂടി വന്ന് ലോകം അവസാനിച്ച് ഒരു നിത്യജീവിലേക്ക് മനുഷ്യൻ പോകുമെന്നും നമ്മൾ ശാസ്ത്രീയമായിട്ടും എല്ലാം കണ്ടുകിട്ടും. അതിനെ പ്രയാസമല്ലേ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ടും ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ പറയാറുണ്ട്, എൻ്റെ ക്ലാസ്സുകളെല്ലാം പറയാറുണ്ട് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. വെളിപാട് 22:14 സുവിശേഷത്തിലെ ഒരുക്കമല്ല യേശുവിൻ്റെ വരവിനുള്ള ഒരുക്കം. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, കത്തോലിക്ക സഭയിൽ ഇന്ന് കാണുന്നത് സുവിശേഷത്തിലെ ഒരുക്കമാണ്. അതായത് ഒരു ധ്യാനം കൂടുന്നു, അത്യാവശ്യം അതെന്തെങ്കിലും കുറച്ച് പാവങ്ങളാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും സാധനങ്ങൾ പറയുന്നു, അത് പറഞ്ഞിട്ട് അത് മുട്ടയെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോരുന്നു, അച്ഛനൊരു ആശീർവാദം കൊടുത്തു വിടുന്നു. ഇത് ഒരു സാധാരണ കുമ്പസാരം എന്ന് പറയുന്ന വേഷം കെട്ടാണ്, ഒരു വേഷം കെട്ട് കുമ്പസാരമാണ് അത്. അതല്ല യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവം അർത്ഥമാക്കുന്ന വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കുമ്പസാരം അല്ലെങ്കിൽ പാപവിമോചന പ്രക്രിയ എന്ന് പറയുന്നത് അതല്ല. അതെങ്ങനെയാണ് ഇത് വെളിപാട് 22:14 എഴുതി വെച്ചിരിക്കുന്നത്? ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതാണ് വചനം. ഇത് പലപ്പോഴും പറയാനുള്ള വചനമാണ്. പക്ഷേ ഒരു മനുഷ്യൻ അന്തിമമായിട്ട് എങ്ങനെ യേശുവിൻ്റെ വരനിട്ട് ഒരുങ്ങണം എന്ന ചോദ്യത്തിന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് കൊടുക്കാനുള്ള ഒരേ ഒരു വചനം ഇത് മാത്രമാണ്. ഒരേ ഒരു വചനം. ഒരു മനുഷ്യൻ്റെ കുമ്പസാര ഒരുക്കം അല്ലെങ്കിൽ ആത്മീയ ഒരുക്കം അല്ലെങ്കിൽ പശ്ചാത്താപത്തിൻ്റെ ഒരുക്കം അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ ഒരു മനുഷ്യൻ അന്തിമമായിട്ട് ചെയ്യുന്നതിന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവസാനമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരേ ഒരു വചനമേ ഉള്ളൂ. അത് വെളിപാട് 22:14 അതുകൊണ്ടാണ് ഇത്ര സുവ്യക്തമായിട്ട് പറഞ്ഞത്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന കത്തോലിക്ക സഭയിലെ കുമ്പസാരമോ പാപവിമോചന പ്രക്രിയയോ ആരാധനയൊന്നും അതിൻ്റെ പൂർണ്ണാവസ്ഥയിലല്ല. വെളിപാട് ഗ്രന്ഥത്തിലെ ആസ്പദമാക്കി അതിനകത്തെ ആരാധന എങ്ങനെയോ, അതിനകത്ത് പറഞ്ഞതെന്തോ, അതിനകത്തെ കുമ്പസാര പ്രക്രിയ എങ്ങനെയോ, അതിനകത്തെ പശ്ചാത്താപം എന്തോ, അതനുസരിച്ചുള്ളൊരു കുമ്പസാര പ്രക്രിയ, അതിനനുസരിച്ചുള്ള പശ്ചാത്താപം, അതിനനുസരിച്ചുള്ള ഒരുക്കമാണ് വിസ്തീർണത്തിൽ നമുക്ക് ആവശ്യം. അല്ലാതെ സുവിശേഷത്തിലെ പോലെ ഒരുങ്ങിയിട്ട് ഒരു വ്യക്തിക്കും അക്കരെ പിടിക്കാൻ പറ്റില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ നിത്യജീവനിലേക്ക് പോകാൻ പറ്റില്ല. അത് സഭയ്ക്ക് പറ്റില്ല. മെത്രാൻ മുതൽ മാർപ്പാപ്പ മുതൽ ആരും സഭയിൽ ആർക്കും പോകാൻ പറ്റില്ല. എന്നാൽ വെളിപാട് ഗ്രന്ഥത്തിൽ ജീവിക്കുന്ന നാം വെളിപാട് ഗ്രന്ഥത്തിലെ എയർ റോബോട്ടുകളും സൂപ്പർസോണിക് മിസൈലുകളും ആണവായുധങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്തു പറഞ്ഞോ അതനുസരിച്ചാണ് ഒരുക്കേണ്ടത്. അല്ലാതെ ഒരു സുവിശേഷത്തിലെ ഒരുക്കമോ സുവിശേഷത്തിലെ വചനമൊന്നും അല്ല ഇനി നമുക്ക് ആവശ്യം. സുവിശേഷം നമുക്കിനി ആവശ്യമില്ല. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, സുവിശേഷമല്ല നമുക്ക് ആവശ്യം. സുവിശേഷം നമ്മൾ കേട്ട് കഴിഞ്ഞു. നമുക്ക് അറിയാം, നേഴ്സിംഗ് വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി 7 വർഷം 8 വർഷം പഠിച്ചു. 8 വർഷം പഠിച്ച് സർട്ടിഫിക്കറ്റ് ജയിച്ചപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റ് പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ ജോലിയിലേക്ക് പ്രവേശിച്ച ആ വ്യക്തിക്ക് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമോ അതിൻ്റെ പശ്ചാത്തലമോ ആവശ്യമുണ്ടോ? ഓൾറെഡി ആ മനുഷ്യൽ അത് നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മൾ നിക്ഷിപ്തമാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മൾ നിക്ഷിപ്തമാണ്. ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിനെ തള്ളിപ്പറയല്ല, മറിച്ച് ക്രിസ്തുവിനെ എടുത്തുടുക്കുകയാണ്, എടുത്ത് ധരിക്കുകയാണ്, എടുത്തുപയോഗിക്കുകയാണ്, എടുത്ത് ക്രിസ്തുവിൽ ആയിരിക്കുകയാണ്, ക്രിസ്തുവിൽ ജീവിക്കുകയാണ് എന്ന്. ആ ജീവിക്കുന്ന വ്യക്തി ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമാണ് മനുഷ്യന് ആവശ്യം. ഇനി ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പോലും സമയമില്ല. ക്രിസ്തുവിൻ്റെ വരവിനായിട്ടുള്ള യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി പടിവാതിൽക്ക് കർത്താവ് വന്നു നിൽക്കുമ്പോൾ നാം യേശുവിനെ സ്വീകരിക്കാൻ എപ്രകാരം ഒരുങ്ങണം എന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അല്ലാതെ ഇനിയൊരു ക്രിസ്തു വിശ്വാസമോ സുവിശേഷമോ നമുക്ക് ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. അതിനാൽ ഏറ്റവും ആസന്നമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ അത്യാസന്ന നിലയിലെത്തപ്പെട്ടിരിക്കുന്ന ആ യുദ്ധത്തിൻ്റെ ഉദ്ഘാടനം ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പുതിയ മുഖം വരികയാണ്. അല്ലാതെ ഇതിവിടെ തീരുകയല്ല. അതിൻ്റെ മറ്റൊരു തലം 2027 വലിയ ശക്തിയോടെ വീണ്ടും ഭൂമിയിൽ വരും. അത് ഈ രീതിയിലുള്ള യുദ്ധമല്ല, അതതിൻ്റെ ഭയാനകമായ ഒറിജിനൽ രൂപത്തിൽ വരും പ്രിയപ്പെട്ടവരെ. അതിനാൽ യേശുവിൻ്റെ വരവിനായിട്ട് മുന്നൊരുങ്ങുമ്പോൾ
കർത്താവ് പറഞ്ഞ എല്ലാ വചനവും നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. യേശു ക്രിസ്തു പറഞ്ഞ 4 സുവിശേഷകന്മാരും എഴുതി വെച്ച മുഴുവൻ വചനത്തിലെയും അന്തസത്തയും അതിൻ്റെ അർത്ഥവും നാം കണ്ടും കേട്ടും പഠിച്ചും ഒരുങ്ങി ഹൃദയത്തിൽ സൂക്ഷിച്ച് ശേഖരിച്ചു വെച്ച് സംക്ഷിപ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ നാം ജീവിച്ചില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനുമുള്ള മഹാപീഡനം ഭൂമിയിൽ വരുമ്പോൾ നാം നഷ്ടധൈര്യരായി പോവുകയും ക്രിസ്തുവിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയും ചെയ്യും. അത് എന്നേക്കുമായി നമ്മൾ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക്, പാതാളത്തിൻ്റെ അഗാധത്തിലേക്ക് പോയതിനു ശേഷം അയ്യോ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇനിയൊരു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കാളറെ ഇനിയൊരു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒരുക്കം നമ്മൾ നടക്കുവാൻ നമുക്ക് അതിനുള്ള വെളിപാട് ഗ്രന്ഥത്തിലെ ഒരുക്കത്തിൻ്റെ ധ്യാന ക്ലാസ്സുകളും അതിൻ്റെ ഒരുക്കക്കുമ്പസാരങ്ങളും എന്നിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു ഭാഗത്തും കിട്ടില്ല. ഇതൊരു വെളിപ്പെടുത്തൽ പറഞ്ഞുകൊണ്ട്, വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ടാണ് അത്ര സുവ്യക്തമായിട്ട് സംസാരിക്കുന്നത്. കേരള സഭയിൽ നിന്നോ കേരളത്തിലെ മെത്രാന്മാരുന്നോ വചനപോഷയിൽ നിന്നോ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള യേശുവിൻ്റെ വരൻ്റെ ഒരുക്ക കുമ്പസാര ധ്യാന ക്ലാസ് നിങ്ങൾക്ക് കിട്ടില്ല. തുറന്നങ്ങ് പറയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ മഴയും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയായിരുന്നു. റെഡ് അലർട്ടുകളുടെ കാലമൊക്കെ കഴിഞ്ഞെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും എളിദാസിൻ്റെ ധ്യാന ക്ലാസ്സുകൾ ആരംഭിക്കും. അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് യേശുവിൻ്റെ വരൻ്റെ ഒരുക്കം എന്നുള്ളത് വ്യക്തമായ കുമ്പസാര ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് ഞാൻ വീഡിയോ യൂട്യൂബിൽ പ്രക്ഷേപണം ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റെഡ് അലർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് തൽക്കാലം ക്ലാസ്സുകൾ നിർത്തിവെച്ചിരിക്കുന്നത്. അതിലെ പ്രിയ സഹോദരനിലേക്ക് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരനായിട്ട് നമുക്ക് ഒരുങ്ങാൻ സർവശക്തനായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ ഇഷ്ടവും താല്പര്യവും. അതിനാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തതെങ്കിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ, ഒരു വ്യക്തിയും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നാം ഒരുങ്ങുകയും മറ്റുള്ളവർക്ക് അതിനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കുകയും അതിന് എന്തെല്ലാം സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാമോ അതൊക്കെ ചെയ്യണം പ്രിയപ്പെട്ടവരെ. കാരണം ഇത് സംഭവങ്ങൾ അങ്ങ് മുമ്പിൽ വന്നു കഴിഞ്ഞിട്ട് അയ്യോ എന്ന് ഇടത്തോട്ട് വലത്തോട്ട് നോക്കിയാൽ ആരും ഉണ്ടാവില്ല നമ്മളെ സഹായിക്കാൻ. അതിനെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.